എമ്മിന്റെ വേട്ടയാടലിന് ഇരയാക്കപ്പെട്ട നേതാവെന്ന നിലയിൽ മാങ്കൂട്ടം അങ്ങനെ വൈഷ്ണയെ CPM സൈബർ പോരാളികളുടെ ചോര കുടിക്കാൻ വിടില്ല. കാരണം സ്ഥാനാർത്ഥിയാക്കപ്പെട്ടതു മുതൽ വൈഷ്ണയ്ക്കെതിരെ സൈബർ ആക്രമണത്തിന് മാലപ്പടക്കമാണ്. സോഷ്യൽ മീഡിയയിൽ ഇട്ട് മുഖം കാണിക്കാതെ ആക്രമണം അഴിച്ചുവിടുന്ന CPM പോരാളികൾക്ക് നേരെ മാങ്കൂട്ടം തന്റെ ഫേസ്ബുക്കിലൂടെ എത്തുന്നുണ്ട്. അത്തരത്തിൽ വൈഷ്ണയെ പൂട്ടാനുള്ള CPM തന്ത്രത്തിനെതിരെ മാങ്കൂട്ടം ചില കാര്യങ്ങൾ പറയുന്നു. അതേറെ ശ്രദ്ധ നേടുന്നതുമാണ്. തന്റെ ഫേസ്ബുക്കിലൂടെയാണ് മാങ്കൂട്ടം പ്രതികരിച്ചത്. 24 വയസ്സ് മാത്രം പ്രായമുള്ള കന്നി അംഗത്തിൽ ഇറങ്ങുന്ന ഒരു KS-കാരിയുടെ സ്ഥാനാർത്ഥിത്വം നിങ്ങൾക്ക് ഇത്രമേൽ അസ്വസ്ഥത ഉണ്ടാക്കിയെങ്കിൽ നിങ്ങളുടെ കൗണ്ട് ഡൗൺ തുടങ്ങിയെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കൂ പിണറായിസ്റ്റുകളെ എന്നായിരുന്നു പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. അതായത് മുട്ടട വാർഡിൽ CPM-ന് മുട്ടുവിറച്ചു എന്നാണ് മാങ്കൂട്ടം ഇതിലൂടെ പറഞ്ഞത്. മാങ്കൂട്ടം പറയേണ്ട കാര്യമില്ല, നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം ഒരു 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിത്വം ഇല്ലാതാക്കാൻ ഇത്ര കണ്ട് നാടകം കളിക്കേണ്ട കാര്യമൊന്നും CPM-നില്ല. അതേസമയം വൈഷ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ സംഭവത്തിൽ ഈ മാസം 20-നുള്ളിൽ ജില്ലാ കളക്ടർ തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ് ഇട്ടുകഴിഞ്ഞു. വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയതിനെതിരായ വൈഷ്ണയുടെ ഹർജി പരിഗണിച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതി ഇടക്കാല ഉത്തരവിറക്കിയത്. നടപടി വിമർശിച്ച കോടതി അനാവശ്യ രാഷ്ട്രീയം മാത്രമാണിതെന്നും വ്യക്തമാക്കി കഴിഞ്ഞു. വൈഷ്ണയ്ക്കെതിരെ പരാതി നൽകിയ CPM നടപടിക്കെതിരെയാണ് ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചത്. ഒരു യുവ സ്ഥാനാർത്ഥി മത്സരിക്കാൻ വരുമ്പോൾ ഇങ്ങനെയാണോ കാണിക്കേണ്ടതെന്നും കോടതി ചോദിച്ചു. അതല്ലെങ്കിലും CPM-ന് വയസ്സൻ രാഷ്ട്രീയം മാത്രമല്ലേ ഉള്ളൂ. വയസ്സൻ രാഷ്ട്രീയം വെച്ചു പുലർത്തുന്ന CPM-നെ സംബന്ധിച്ച് യുവ നേതാക്കളെ മുന്നോട്ട് കൊണ്ടുവരൽ ബുദ്ധിമുട്ടാണ്. അങ്ങനെ കൊണ്ടുവരുന്നവരെ കാണുമ്പോൾ കണ്ണുകടിയുമുണ്ട്. അതാണ് വൈഷ്ണയുടെ കാര്യത്തിലും ഇപ്പോൾ നടന്നിരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ നിന്നും പേര് നീക്കിയതിനെതിരെ വൈഷ്ണ നൽകിയ അപ്പീൽ പരിഗണിക്കുവാനും ഹൈക്കോടതി ഉത്തരവിട്ട് കഴിഞ്ഞു. സാങ്കേതികത്തിന്റെ പേരിൽ 24 വയസ്സുള്ള കുട്ടിയെ മത്സരിപ്പിക്കാതെ ഇരിക്കുന്നത് ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. കേസിൽ കക്ഷി ചേർക്കണമെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ ആവശ്യപ്പെട്ടു. എന്നാൽ കോർപ്പറേഷൻ ഇതിൽ എന്താണ് കാര്യമെന്നാണ് ഹൈക്കോടതിയുടെ ചോദ്യം. കോർപ്പറേഷൻ അനാവശ്യമായി ഇടപെടരുത് എന്നും കോടതി ഓർമ്മിപ്പിച്ചു. ഹർജിക്കാരെയും പരാതിക്കാരനും ജില്ലാ കളക്ടർ മുമ്പാകെ ഹാജരാകണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. കോടതി പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവ് പിന്നീട് പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട്. കൂടാതെ വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിയ സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹിയറിംഗ് നടക്കുന്ന ദിവസമാണെന്ന്. മുട്ടട വാർഡിൽ വ്യാജ മേൽവിലാസം ഉപയോഗിച്ച വൈഷ്ണയും കുടുംബാംഗങ്ങളും വോട്ട് ചേർത്തു എന്നാണ് പരാതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വത്തിലെ അനിശ്ചിതത്വം ഒഴിവാകുക. അതേസമയം ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് പ്രചാരണം തുടരുമെന്നും തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡ് സ്ഥാനാർത്ഥിയായ വൈഷ്ണ പറയുകയാണ്. സ്ഥാനാർത്ഥിത്വത്തിന് അനുകൂലമായുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം വ്യാപക സൈബർ ആക്രമണം നേരിട്ടു. കോടതിയിലും നിയമ സംവിധാനങ്ങളിലും വിശ്വാസമുണ്ടെന്നും വൈഷ്ണ പറഞ്ഞിരുന്നു. സത്യത്തിൽ ഉർവശി ശാപം ഉപകാരമായ പോലെയായി പോയി ഈ സംഭവം. സത്യത്തിൽ വൈഷ്ണയെ പ്രത്യേകിച്ച് ഇനി ആരുടെ മുമ്പിൽ പരിചയപ്പെടുത്തേണ്ടതില്ല. എല്ലാവർക്കും അറിയാം, കേരളം ഒന്നടങ്കം അറിയാം, ഇതാണ് വൈഷ്ണ മുട്ടട വാർഡ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെന്ന. ഒരു ചെറിയ വാർഡിൽ CPM-നെതിരെ മത്സരിച്ചതിന് ഒരു സാധാ സ്ഥാനാർത്ഥിയാകേണ്ടുന്ന ആളെ ഇപ്പോൾ കേരളം ഒന്നടങ്കം അറിയുന്ന ഒരു സെലിബ്രിറ്റി സ്ഥാനാർത്ഥിയാക്കി മാറ്റിയത് ഈ CPM-ന്റെ മണ്ടൻ രാഷ്ട്രീയം തന്നെയാണ്.